ഹലോ ഓൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള എല്ലാ എലമെൻസും ബാലൻസ് ഷീറ്റിലുള്ള എലമെൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനെ പറയുന്ന വേറൊരു പേരാണ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ അക്കൗണ്ടിങ് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്ന ട്രാൻസാക്ഷനുകളിൽ നിന്ന് ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ പ്രോബ്ലംസ്. ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ കുണാൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 2,50,000. കുണാൽ എന്ന് പറയുന്ന ഒരാൾ 2,50,000 രൂപ ക്യാഷ് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക എന്നുള്ളത് നോക്കാം. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. രണ്ട് സൈഡ്സ് ഉണ്ട്. ഒന്ന് അസറ്റ്, മറ്റേത് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റിൻ്റെ താഴെ നമ്മൾ ഓരോ അസറ്റ്സിനെയും സെപ്പറേറ്റ് എടുത്ത് എഴുതും. ഇതാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിനകത്ത് എത്ര അസറ്റ്സ് ഉണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമാറ്റ് വരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗ്യാപ്പ് വിട്ടിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞു കുണാൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2,50,000 ആണ്. അപ്പോൾ അതിനകത്ത് രണ്ട് ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് ക്യാഷ്, രണ്ടാമത്തത് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ട ഹെഡിങ് അസറ്റ്, അപ്പുറത്തെ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി താഴെ അസറ്റിൻ്റെ താഴെ ഫസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ്. ബിസിനസ്സിൽ ആദ്യമായിട്ട് വന്നേക്കുന്ന അസറ്റ് ക്യാഷ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹെഡിങ് ക്യാഷ് കൊടുത്തു. 2,50,000 ആണ് ക്യാഷ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ക്യാഷിൻ്റെ താഴെ നമ്മൾ 2,50,000 എഴുതി. ഇനി ക്യാപിറ്റൽ ആയിട്ടാണല്ലോ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലിന് താഴെ നമ്മൾ 2,50,000 എഴുതി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അല്ലേ? അസറ്റും 2,50,000, ലയബിലിറ്റീസും ഒന്നും തന്നെ ഇല്ല, ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 0 പ്ലസ് 2,50,000 ചെയ്ത് കഴിഞ്ഞാൽ 2,50,000 തന്നെയാണ്. അപ്പോൾ രണ്ട് സൈഡും ഇവിടെ ഈ ഒരു എൻട്രി ചെയ്തപ്പോൾ ഈക്വൽ ആണ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഹി പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 35,000. അയാൾ 35,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചു. ക്യാഷിനാണ് വാങ്ങിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ഇവിടെ രണ്ട് ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് ക്യാഷ്, മറ്റത് ഫർണിച്ചർ. ഒരു അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, വേറൊരു അസറ്റ് നമ്മുടെ കയ്യിലേക്ക് വന്നു. അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പോയത് എന്ത് അസറ്റാണ്? ക്യാഷ് ആണ് പോയത്. 35,000 രൂപയുടെ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതിന് പകരം നമുക്ക് എന്ത് വന്നു? 35,000 രൂപയുടെ ഫർണിച്ചർ വന്നു. അപ്പോൾ നമ്മൾ ക്യാഷിൻ്റെ താഴെ 35,000 എഴുതിയിട്ട് അതിനെ ബ്രാക്കറ്റിലിടണം. അതായത് മൈനസ് ചെയ്യാനുള്ള ഫിഗർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ബ്രാക്കറ്റിലിടുന്നു. ഇനി ഫർണിച്ചറിൻ്റെ താഴെ നമ്മൾ 35,000 ആഡും ചെയ്യണം. ഇനി അതൊരു ലൈൻ കഴിഞ്ഞാൽ നമുക്ക് ലയബിലിറ്റീസിലോ ക്യാപിറ്റലിലോ ഒന്നും ഈ ട്രാൻസാക്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ക്യാഷിൻ്റെ താഴെ ഓൾറെഡി 2,50,000 ആണ് ക്യാഷ് ഉണ്ടായത്. അതിൽ നിന്ന് 35,000 കുറച്ചാൽ ബാലൻസ് എത്രയുണ്ട്? 2,15,000 ആണ് ഇനി ക്യാഷിൽ ബാലൻസ് ഉള്ളത്. ഇനി നമുക്ക് പുതിയതായിട്ടൊരു അസറ്റ് വന്നു 35,000. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ തന്നെയാണ്. കാരണം ക്യാഷ് ആയിട്ട് 2,15,000 ഉണ്ട്, പ്ലസ് ഫർണിച്ചർ ആയിട്ട് 35,000 ഉണ്ട്. രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എത്രയാണ്? 50,000 ആണ്. അടുത്ത ട്രാൻസാക്ഷൻ ഹി പെയ്ഡ് കമ്മീഷൻ ₹2,000. അയാൾ കമ്മീഷനായിട്ട് 2,000 രൂപ പേ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ക്യാഷിൽ എന്തുണ്ടാവും? 2,000 രൂപ കുറയും. കാരണം ക്യാഷ് ആയിട്ടാണല്ലോ കമ്മീഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്യാഷിൽ 2,000 രൂപ കുറയും. പിന്നെ എവിടെയാണ് കുറയുക? നമുക്ക് വേറെ ഫർണിച്ചറായിട്ടൊന്നും അല്ലല്ലോ കുറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫർണിച്ചറിലൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ലയബിലിറ്റിയിലും നമുക്ക് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നുമില്ല. പിന്നെ നമ്മൾ കുറയ്ക്കുക അത് ക്യാപിറ്റലാണ്. കാരണം ഈ ക്യാഷ് എന്ന് പറയുന്നത് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന ക്യാഷാണ്. ആ ക്യാഷാണ് എടുത്തിട്ട് നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ക്യാഷ് കുറയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ക്യാപിറ്റലാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ക്യാഷിലും ക്യാപിറ്റലുമാണ് കുറയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് 2,000 രൂപ കമ്മീഷൻ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാഷിൽ എത്രയുണ്ട്? 2,13,000 പ്ലസ് 35,000 ഓൾറെഡി നേരത്തെ നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചതുണ്ട്. അപ്പോൾ 2,13,000 പ്ലസ് 35,000 ചെയ്ത് കഴിഞ്ഞാൽ 2,48,000 ആണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ലയബിലിറ്റീസ് ആയിട്ട് വേറെ ഒന്നുമില്ല. ക്യാപിറ്റൽ 2,50,000 ആണ് ഓൾറെഡി ഉണ്ടായത്. അതിൽ നിന്ന് 2,000 കുറയ്ക്കുമ്പോൾ 2,48,000 ആണ് ഉള്ളത്.
അടുത്ത ട്രാൻസാക്ഷനാണ് ഹി പർച്ചേസസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രോഹിത് ₹40,000. അയാൾ രോഹിത് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് കടമായിട്ട് വാങ്ങിച്ചു എന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ക്രെഡിറ്റിന് ആണ് വാങ്ങിച്ചത്, ഗുഡ്സ് ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു അസറ്റ് വരികയാണ്. അസറ്റിൻ്റെ കീഴിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് നമുക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റോക്കിൻ്റെ കീഴിൽ 40,000 ആഡ് ചെയ്യണം. ഇനി നമുക്കൊരു ലയബിലിറ്റിയാണ് വന്നേക്കുന്നത്. കാരണം നമ്മൾ ക്യാഷിനല്ല അസറ്റ് പർച്ചേസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് ക്യാഷിനല്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലയബിലിറ്റി വന്നു, അതായത് നമുക്കൊരു രോഹിത് എന്ന് പറഞ്ഞ ക്രെഡിറ്റർ വന്നു. അപ്പോൾ നമ്മൾ ലയബിലിറ്റീസിൻ്റെ കീഴിൽ 40,000 ആഡ് ചെയ്യണം. ഇനി നമുക്ക് വേറെ എവിടെയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇനി നമുക്ക് വീണ്ടും അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നമുക്ക് നോക്കാം. ക്യാഷ് നേരത്തെ തന്നെ 2,13,000 ആണ്. ഫർണിച്ചറിന് മാറ്റില്ല, 35,000 ആണ്. സ്റ്റോക്കിൽ പുതിയ ഐറ്റം വന്നു 40,000. ലയബിലിറ്റി പുതിയ ഐറ്റം വന്നു, പുതിയൊരു ക്രെഡിറ്റർ രോഹിത് എന്ന് പറഞ്ഞ ക്രെഡിറ്റർ വന്നു 40,000. ക്യാപിറ്റലിലും മാറ്റില്ല. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2,48,000 പ്ലസ് 40,000 ചെയ്താൽ 2,88,000 കിട്ടും. അതുപോലെ തന്നെ 2,13,000 പ്ലസ് 35,000 പ്ലസ് 40,000 ചെയ്താലും 2,88,000 കിട്ടും. ഇനി ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹20,000 ഫോർ ക്യാഷ് 26,000. 20,000 രൂപയുടെ ഗുഡ്സിന് 26,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എങ്ങനെ വരും? നമുക്ക് 26,000 രൂപയ്ക്ക് ക്യാഷിനാണ് വിറ്റേക്കുന്നത്. അപ്പോൾ ക്യാഷിൽ അത്രയും രൂപ കൂടി. നമ്മൾ ക്യാഷിൻ്റെ മുകളിലായിട്ട് 26,000 ആഡ് ചെയ്തു. ഇനി എന്താണ് നമ്മൾ വിറ്റേക്കുന്നത്? സ്റ്റോക്കാണ് വിറ്റേക്കുന്നത്. എത്ര രൂപയുടെ സ്റ്റോക്കാണ്? 20,000 രൂപയുടെ സ്റ്റോക്കാണ് വിറ്റേക്കുന്നത്. അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ 20,000 മൈനസ് ചെയ്തു. ഇനി 20,000 രൂപയുടെ ഗുഡ്സിന് 26,000 രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു 6,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ എവിടെ കാണിക്കും? ക്യാപിറ്റലിൽ കാണിക്കും. കാരണം പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുക എവിടെയാണ്? ക്യാപിറ്റലിലാണ് ആഡ് ചെയ്യുക. അപ്പോൾ ഇനി ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ്? ക്യാഷിൽ 2,13,000 ആണ് മുമ്പ് ഉണ്ടായത്. അതിൻ്റെ കൂടെ 26,000 ആഡ് ചെയ്തപ്പോൾ 2,39,000 പ്ലസ് ഫർണിച്ചറിന് മാറ്റില്ല, പ്ലസ് നമ്മുടെ സ്റ്റോക്ക് 40,000 ഉണ്ടായതിൽ നിന്ന് 20,000 വിറ്റു. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? 20,000. അപ്പോൾ അത് മൂന്നും കൂടിയാണ് അസറ്റിൻ്റെ ടോട്ടൽ വരിക. ഇനി നമ്മളുടെ ലയബിലിറ്റീസിൽ മാറ്റമൊന്നുമില്ല, 40,000. ക്യാപിറ്റൽ മാറ്റമായി. ക്യാപിറ്റൽ മുമ്പ് ഉണ്ടായത് 2,48,000 ആയിരുന്നു. ഇപ്പോൾ 6,000 കൂടെ ആഡ് ചെയ്തപ്പോൾ 2,54,000 ആയി. അടുത്ത ട്രാൻസാക്ഷൻ എഫ് ആണ്. ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് 3,000. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പൈസ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ പൈസയാണ് വിഡ്രോ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് അതിനെ കുറയ്ക്കേണ്ടത്? ക്യാഷിൽ നിന്ന് നമ്മളത് കുറയ്ക്കണം, 3,000. ഈ ക്യാഷ് എന്ന് പറയുന്നത് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന ക്യാഷാണ് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. ആ ക്യാഷിൽ നിന്നാണ് പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്തുകൊണ്ട് പോയത്. അപ്പോൾ ക്യാഷിൽ നിന്ന് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി എവിടെ നിന്നാണ് കുറയുന്നത്? ക്യാപിറ്റലിൽ നിന്നാണ് കുറയുന്നത്. അപ്പോൾ നമ്മളത് ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കാം. അപ്പോൾ എങ്ങനെ വരും? ക്യാഷ് ഓൾറെഡി 2,39,000 ഉണ്ടായി. അതിൽ നിന്ന് 3,000 കുറച്ചപ്പോൾ 2,36,000 ആയി. ഫർണിച്ചറിന് മാറ്റില്ല, 35,000. സ്റ്റോക്കിന് മാറ്റില്ല, 20,000. ലയബിലിറ്റീസിന് മാറ്റില്ല, 40,000. ഇനി ക്യാപിറ്റലിന് എന്താ മാറ്റം വന്നേ? ക്യാപിറ്റൽ മുമ്പ് 2,54,000 ഉണ്ടായത് എത്രയായി? 2,51,000 ആയി. അടുത്ത ട്രാൻസാക്ഷൻ ജി. ക്യാഷ് പേ ടു രോഹിത് ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ₹38,000. അപ്പോൾ രോഹിത്തിന് ഫുൾ സെറ്റിൽമെൻ്റ് ആയിട്ട് 38,000 രൂപ പേ ചെയ്തു എന്നാണ് പറയുന്നത്. രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എത്ര രൂപയുടെ ഗുഡ്സാണ് പർച്ചേസ് ചെയ്തത്? 40,000 രൂപയുടെ ഗുഡ്സാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. എത്ര രൂപയാണ് നമ്മൾ ഫുൾ സെറ്റിൽമെൻറ്റിൽ അടയ്ക്കുന്നത്? 38,000 രൂപയാണ് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2,000 രൂപ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? 2,000 രൂപ കുറവാണ് നമ്മൾ അടയ്ക്കുന്നത്. പക്ഷേ ഇതോടുകൂടെ ഫുൾ സെറ്റിൽമെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊന്നും പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2,000 രൂപ എന്ന് പറയുന്നത് എന്താണ്? അയാൾ നമുക്ക് തന്ന ഡിസ്കൗണ്ട് ആണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ഗെയിൻ ആണ്. അപ്പോൾ ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ക്യാഷ് പേ ചെയ്തു എന്ന് പറഞ്ഞു 38,000. അപ്പോൾ ക്യാഷിൽ നിന്ന് 38,000 നമ്മൾ കുറച്ചു. അപ്പോൾ എത്രയുണ്ട്? 2,36,000 ആയിരുന്നു ക്യാഷ് മുമ്പ് ഉണ്ടായത്. അതിൽ നിന്ന് 38,000 കുറച്ചപ്പോൾ 1,98,000 ആയി. ഫർണിച്ചറിൽ മാറ്റമുണ്ടോ? ഇല്ല. സ്റ്റോക്കിൽ മാറ്റമുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് എന്തിലാണ് മാറ്റം? നമ്മൾ രോഹിത് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി നമുക്കുണ്ടായിരുന്നു. 40,000 രൂപ അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ആ ആൾക്കാണ് നമ്മൾ 38,000 കൊടുത്ത് സെറ്റിൽ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ഒരു ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ലയബിലിറ്റി 40,000 രൂപ കുറഞ്ഞു. എന്നിട്ട് അവിടെ ലയബിലിറ്റി നമുക്ക് 0 ആയി. ഇനി 38,000 മൈനസ് 40,000 രൂപ
ഒരു 2000 രൂപ നമുക്ക് ഗെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗെയിൻ നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? ക്യാപിറ്റലിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ക്യാപിറ്റൽ ഉണ്ടായത് 2,51,000 ആയിരുന്നു. അതിൻ്റെ കൂടെ 2000 രൂപ ആഡ് ചെയ്തപ്പോൾ 2,53,000 ആയി നമ്മുടെ ക്യാപിറ്റൽ. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും, അതായത് ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ഈ ഫൈനൽ വരുന്ന ആ ബാലൻസ് വരുന്ന എമൗണ്ടുകളെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് നോക്കണം. കാരണം ആ രണ്ട് സൈഡും ഈക്വൽ ആയില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം കംപ്ലീറ്റ് തെറ്റും. അടുത്ത ട്രാൻസാക്ഷൻ എച്ച്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ₹20,000. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി നമ്മൾക്ക് ഡ്യൂ ആയിട്ടുണ്ട്, നമുക്ക് കൊടുക്കാനുള്ള സാലറി ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷേ കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്താണ്? ലയബിലിറ്റിയാണ് നമുക്ക്, അല്ലേ? ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പറഞ്ഞു സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യുക? ലയബിലിറ്റിയുടെ കീഴിലാണ് ഈ 20,000 നമ്മൾ ആഡ് ചെയ്യുക. ഇനി അതിനെ നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കും. കാരണം അത് എന്നായാലും പേ ചെയ്യാനുള്ളതാണ്. ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് വേണം നമ്മളത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പോൾ എത്രയുണ്ട്? ലയബിലിറ്റി ആയിട്ട് 20,000 വന്നു. എന്നിട്ട് ഓൾറെഡി ക്യാപിറ്റൽ ഉണ്ടായത് 2,53,000 ആണ്. അതിൽ നിന്ന് 20,000 കുറച്ചപ്പോൾ 2,33,000 ആയി. അസറ്റ് സൈഡിൽ മാറ്റില്ല, മുമ്പത്തെ സെയിം എമൗണ്ട്സ് തന്നെ ഇറക്കി എഴുതുക. 1,98,000, 35,000, 20,000. ഓരോ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ റിസൾട്ടും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ താഴെ ഓരോ വര ഇട്ടിട്ട് പോകണം. അടുത്തത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് പോലത്തെ മറ്റൊരു കാര്യമാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പ്രീപെയ്ഡ് ഇൻഷുറൻസിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഡ്യൂ ആയിട്ടില്ല, പക്ഷേ നമ്മൾ നേരത്തെ തന്നെ പേ ചെയ്തു. അതാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ഇവിടെ 3,000 രൂപയാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് വരുന്നത്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അടച്ചതുകൊണ്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണത് ഒരു അസറ്റ് ആയിട്ടാണ്. അപ്പോൾ അസറ്റിൻ്റെ കീഴിൽ നമ്മൾ 4ാമത്തെ അസറ്റ് എഴുതുകയാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. നേരത്തെ തന്നെ നമ്മൾ പേ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ട്. അപ്പോൾ ക്യാഷിൽ നിന്ന് 3,000 രൂപ കുറയ്ക്കുക. ഇനി നമ്മളത് പ്രീപെയ്ഡ് ഇൻഷുറൻസിന് അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസിൻ്റെ കീഴിൽ നമ്മളതിനെ 3,000 ആഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇനി ഫൈനൽ റിസൾട്ട് നോക്കുമ്പോൾ ക്യാഷിൽ 1,98,000 ഉണ്ടായി. അതിൽ നിന്ന് 3,000 പോയപ്പോൾ 1,95,000 ആണുള്ളത്. ഫർണിച്ചറിൽ മാറ്റില്ല 35,000, സ്റ്റോക്കിൽ മാറ്റില്ല 20,000. പുതിയതായിട്ടൊരു അസറ്റ് വന്നു 3,000. ഇനി ലയബിലിറ്റീസിൽ മാറ്റമൊന്നുമില്ല 20,000, ക്യാപിറ്റലിൽ മാറ്റില്ല 2,33,000. ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ₹1,000. 1,000 രൂപയുടെ ഗുഡ്സ് ഫയർ വന്നിട്ട് ഡിസ്ട്രോയ് ആയി പോയി. അപ്പോൾ ഇവിടെ എന്താ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ്സ് ആണ് ഡിസ്ട്രോയ് ആയി പോയിരിക്കുന്നത്, അതായത് നമ്മുടെ സ്റ്റോക്ക്. അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1,000 രൂപ കുറയ്ക്കണം. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്യാപിറ്റലായി കൊണ്ടുവന്ന ക്യാഷ് വെച്ചിട്ട് വാങ്ങിയ സ്റ്റോക്കാണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ ബ്ലോക്കായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്റ്റോക്ക്. നമ്മുടെ ക്യാപിറ്റൽ തന്നെയാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ അത് ക്യാപിറ്റലിൽ നിന്നും നമ്മൾ ആ 1,000 രൂപ കുറയ്ക്കണം. വേറെ എവിടെയും മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ മുകളിലുള്ള അതേ ക്യാഷിൻ്റെ എമൗണ്ട് ഇറക്കി എഴുതുക. 1,95,000. ഫർണിച്ചറിൻ്റെ എമൗണ്ട് മാറ്റില്ല 35,000. സ്റ്റോക്കിൽ മാറ്റായി. മുകളിൽ 20,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. താഴെ എത്തിയപ്പോൾ 1,000 രൂപ കുറഞ്ഞ് 19,000 ആയി. 3,000 പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. ലയബിലിറ്റിയിൽ മാറ്റില്ല 20,000. ഇനി ക്യാപിറ്റലിൽ മാറ്റമുണ്ട്. മുകളിൽ ഉണ്ടായത് 2,33,000 ആയിരുന്നു. അതിൽ നിന്ന് 1,000 രൂപ കുറഞ്ഞപ്പോൾ 2,32,000. ഇനി എല്ലാ ട്രാൻസാക്ഷനും കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ടോട്ടൽ ചെയ്തിടുക. ടോട്ടൽ ചെയ്തിടുക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ അസറ്റിൻ്റെ ടോട്ടൽ എത്രയാണെന്നുള്ളത് അസറ്റിൻ്റെ സൈഡിൽ നമ്മൾ എഴുതുക. ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ എത്രയാണെന്നുള്ളത് ലയബിലിറ്റീസിൻ്റെ സൈഡിൽ എഴുതാം. അപ്പോൾ ലയബിലിറ്റീസിൻ്റെ നോക്കുകയാണെങ്കിൽ 2,32,000 പ്ലസ് 20,000 ചെയ്ത് കഴിഞ്ഞാൽ 2,52,000 കിട്ടും. അതേപോലെ തന്നെ അസറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ 1,95,000 പ്ലസ് 35,000 പ്ലസ് 19,000 പ്ലസ് 3,000 ചെയ്ത് കഴിഞ്ഞാൽ 2,52,000 എഴുതും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.